നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശാരി മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ കിരൺ ചോദിച്ചു, ഇതെന്താ സാധനം വാങ്ങാനെന്നും പറഞ്ഞു പോയിട്ട് ഒന്നും വാങ്ങിയില്ലേ ആന്റി എന്ന് ചോദിച്ചു. അതെ, പോകാൻ ഉദ്ദേശിച്ച എന്ന സാധനം അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തു പോകുമ്പോ ആ ലിസ്റ്റിംഗ് അന്നേരം ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ശരി മോനെ എന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല ആന്റിയുടെ മുഖത്തെന്താ ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, രൂപ ഹോസ്പിറ്റലിലേക്കല്ലേ അതുകൊണ്ടാ. എങ്കിലൊരു കാര്യം ചെയ്യാം, ആന്റിയും കൂടെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോരെ, വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാനും വരാന്ന് പറഞ്ഞു. പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസിയുലായതുകൊണ്ട് കാണാൻ പറ്റുമോന്നും അറിയത്തില്ല, അറിയാലോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്താ കാണിക്കത്തുള്ളൂ. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഐസിയുന്ന് ഇറക്കട്ടെ മോനെ, അതിനുശേഷം ഞാൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ മനുഷ്യന്റെ കാര്യമില്ലേ, എപ്പോഴേത് സമയത്ത് അസുഖമൊന്നും വരുന്നതെന്ന് പറയാൻ പറ്റില്ലോ. അമ്മയുടെ കാര്യം അങ്ങനെ, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ലോ പ്രഷറൊക്കെ ഉണ്ടാവുന്നല്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, എങ്കിൽ ശരി മോൻ പോയിക്കോന്ന് പറഞ്ഞു. ആ സമയം കിരൺ പറഞ്ഞു, അതെ സരയു വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അവളുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, എന്തിനാ സങ്കടപ്പെടുന്നേ, സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, മനോഹറിന് ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും നവീനെ പോലെ നല്ലൊരു വക്കീലിനെ കൊണ്ട് ഞാൻ മനോഹറിന്റെ കേസ് ഏറ്റെടുപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവന് പുറത്തിറങ്ങാണ്ട് സാധിക്കും, കുറഞ്ഞ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ സരയും ഒത്തിരി നല്ലൊരു ജീവിതം അവന് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, അതൊക്കെ നടക്കുമോ മോനെ, ഇനി നടക്കുമോ ആന്റി, ആന്റി എന്തിനാ വിഷമിക്കണേ, ഇപ്പം മനോഹരൻ നല്ലവനാണ്, പഴയതുപോലെ സ്വഭാവമൊന്നും അല്ലവന്, അവന് നല്ല മാറ്റമുണ്ട്. അവൻ പുറത്തിറങ്ങുമ്പോൾ അവനെ കാത്ത് ഒരമ്മയും കുഞ്ഞും പുറത്തുണ്ടാകുന്ന അതൊരു സന്തോഷമുള്ള കാര്യമല്ലേന്ന് ചോദിച്ചു. മോനെ അവൾ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാരും മാറി, ഈ പറയുന്ന സരയു മാറി, ആന്റി മാറി, എല്ലാരും മാറി, മനോഹറിന് വരെ മാറ്റം ഉണ്ടായി, പക്ഷെ മാറാത്ത കുറച്ചു പേരുണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പം മുകളിലുണ്ടെന്ന് പറഞ്ഞു. അവർ ഈ ജന്മത്തിൽ മാറില്ലെന്ന് ശബദം എടുത്ത് നടന്നവരാ, അങ്ങനെ അവരൊക്കെ മുകളിലേക്ക് പോയി. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, അതും ശരിയായിട്ടുള്ള കാര്യമാണ് മോൻ പറഞ്ഞേ, പക്ഷെ എന്നാലും സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടെന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, അതെ ആന്റി, ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ആന്റി സരയും മാത്രമേ ഉള്ളൂ, അല്ല ആന്റിയും കല്യാണിയും മാത്രമേ ഉള്ളൂ, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം മോനെ, മോൾക്കൊരു ആപത്തും വരാതെ നോക്കിക്കോളാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞ്, ശത്രുക്കളൊക്കെ ഇല്ലാതായി, എന്നാലും പറയാൻ പറ്റില്ലല്ലോ, അവൾക്കാണെങ്കിലും ആരോഗ്യം നല്ല രീതിയിൽ വീണ്ടെടുക്കാനായിട്ട് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല, ഒന്ന് ശരിയായി വരുന്നല്ലേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് മോൻ വിഷമിക്കണ്ട, മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ആശ്വസിപ്പിച്ച് കിരണെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ഈ സമയം ശാരി മനസ്സിൽ വിചാരിച്ചു, ഇപ്പം തൻ്റെ മോളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയുന്നുണ്ടോ, ശരിക്കും അവൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഇവനെയാണ്, പക്ഷെ ഇവനിപ്പോഴും അതൊന്നും മനസ്സിലായിട്ടുമില്ല. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കല്യാണി അലമാരിയൊക്കെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാവം കല്യാണം കഴിഞ്ഞ് വന്ന് ഇങ്ങോട്ടേക്കല്ലേ കൂട്ടിക്കൊണ്ട് വന്നേ, അപ്പം ഈ മുറിയിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നേ, അപ്പം അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, കുറെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അലമാരിക്കകത്തിരിപ്പ്, വന്നപ്പോൾ കൊടുത്ത സാരികളും കാര്യങ്ങളൊക്കെ, അതൊക്കെ തുറന്നു നോക്കുവാന്ന് തോന്നേ. അങ്ങനെ ശാരി എന്നിട്ട് ചോദിച്ചു, ഇതെന്താ മോളെ അലമാരിക്കകത്തൊക്കെ? അത് പിന്നെ ആന്റി, ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയല്ലേ താമസിച്ചേ, അപ്പൊ പിന്നെ വെറുതെ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുമായിരുന്നു പറഞ്ഞു. ശാരി പറഞ്ഞു, അത് നല്ല കാര്യമാണ്, പഴയ കുറെ ഓർമ്മകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, പിന്നെ ഇങ്ങനെ നല്ലൊരു ജീവിതം മോൾക്ക് കിട്ടിയില്ലേ, അതന്നെ ഭാഗ്യം, എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ലെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ, പിന്നെ സരിയു ആ കാര്യത്തിലൊരു ഭാഗ്യം ചെയ്തോളല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാരി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും മോളെ, അവളുടെ ജീവിതം ഇങ്ങനെയായി തീർന്നില്ലേ, അത് മുമ്പല്ലായിരുന്നു ആന്റി, പക്ഷെ ഇപ്പം മനോഹറിന് നല്ല മാറ്റമുണ്ട്, അവൻ മാറ്റത്തിന്റെ പാതയില്ല, അവൻ വന്നു കഴിയുമ്പോൾ സരിയുവിനും മനോഹറിനും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ലേന്ന് ചോദിച്ചു. ഇനിയിപ്പൊ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അവളുടെ ജീവിതം അവൾ തന്നെ ഇല്ലാതാക്കിയില്ലേന്ന് ചോദിച്ചു. അതിനിപ്പോ സരുവിനെ കുറ്റം പറയണ്ട ആന്റി, സരുവിന്റെ അച്ഛനല്ലേ ഈ ആലോചന കൊണ്ടുവന്നേ, അങ്ങനെയല്ല അവരുടെ വിവാഹം നടത്തിയെന്ന് ചോദിച്ചു. കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കില് പേടിക്കൊന്നും വേണ്ട, കിരണേട്ടൻ പറയുന്നേ നവീൻ വക്കീലിന് കേസ് ഏൽപ്പിക്കുന്ന, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ശിക്ഷയിൽ ഇളവ് വരുത്തിയിട്ട് മനോഹറിനെ പുറത്തെത്തിക്കാൻ പറ്റുമെന്നാ പറയണേ. അവര് രണ്ടുപേരും കൂടെ നല്ലൊരു ജീവിതം നയിക്കുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാ എനിക്കും തോന്നണേന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു, അതിന് അവള് സമ്മതിക്കുമെന്ന് തോന്നില്ല, പഴയ സ്വഭാവമൊന്നും അല്ലല്ലോ അവളുടെ, അവൾക്ക് മാറ്റമല്ലേന്ന് ചോദിച്ചു.
അതൊക്കെ ശരി ആന്റി. ആന്റി ഒന്നും നന്നായിട്ട് പറഞ്ഞാൽ മാത്രം മതി. ഇനിയിപ്പം സരുവിനും ജീവിതം വേണം, സരുവിന്റെ കുഞ്ഞിനൊരു അച്ഛനെയും കൂടെ വേണ്ടേ. അപ്പം മനോഹറാകുമ്പോൾ അത് ഏറ്റവും നല്ലതല്ലേ. അവന് പഴയ സ്വഭാവമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരിയുടെ മനസ്സ് മാറ്റാനായിട്ട് കല്യാണി ശ്രമിച്ചു. പിന്നീട് ശാരി പറഞ്ഞു, അതെ സരുവിനെ ഇവിടെ കൊണ്ടേ നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, അല്ല അത് ശരിയാകുമോ ആന്റി? അപ്പൊ പിന്നെ താരാന്റി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അല്ല താര ഇവിടെ വന്ന് നിന്നോട്ടെ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, കിരണേട്ടൻ്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? അവൾക്ക് വേണ്ടിയിട്ട് ഒരു വില്ല വാങ്ങണമെന്നൊക്കെ ആഗ്രഹം. പതുക്കെ അത് സാധിച്ചെടുക്കണം. അങ്ങനെയൊക്കെ കിരണേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ടെന്ന് പറഞ്ഞു. അവൾ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, അവൾക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശാരി പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അവൾ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ മോളെന്ന് ചോദിച്ചു. അതൊക്കെ നല്ല കാര്യം ആൻറ്റി. പക്ഷേങ്കിൽ അവൾക്ക് തനിച്ചൊരു ജീവിതം അതുണ്ടാവണ്ടേന്ന് ചോദിച്ചു. മനോഹർ വന്നാലും മനോഹറോടൊപ്പം ഒരു ജീവിതം വേണ്ടേ. അപ്പൊ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വീട് വാങ്ങുന്നല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. അല്ല മോൾക്ക് എന്തെങ്കിലും ആഹാരം പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കിരൺ മോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല ആന്റി, ആന്റി ഇഷ്ടമുള്ള ഉണ്ടാക്കി തന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഇതെന്റെ വീടല്ലേ, അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് ശാരി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ തൻ്റെ മോളായിരുന്നു വന്ന് താമസിക്കേണ്ടേ, അവള് കഴിയേണ്ട വീടായിരുന്നത്. പക്ഷേങ്കിൽ നിർഭാഗ്യവശാല് ഇവളായിപ്പോയി കിരണിന്റെ ജീവിതത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ തൻ്റെ മോള് താമസിക്കുന്ന വീടാ. ആ ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് രാത്രിയെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പൈസ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശാരി കഥ തുറന്നു കൊടുത്തു. പൈസ അകത്തേക്ക് കയറിപ്പോയി. കല്യാണിന്റെ മുറി കാണിച്ചു കൊടുക്കുവാണ് ശാരി. അങ്ങനെ ആ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്ത് അവൻ എന്ത് ചെയ്തു, തലേണ അമർത്തി പിടിച്ച അവളെ കൊല്ലുവാണ്. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരിയു പൊട്ടിച്ചിരിക്കുവാണ്. ആഹാ അവള് മരിച്ചു, കല്യാണി മരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് സരിയു പെട്ടെന്ന് എഴുന്നേൽക്കുവാണ്. അപ്പോഴേക്കും താര മുറിയിലേക്ക് ഓടി വന്നിട്ട് സരുവിനോട് എന്താ മോളെ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അത് സരുവിന്റെ ഒരു സ്വപ്നമായിരുന്നു. പെട്ടെന്ന് സരു വെച്ച്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അല്ല മോള് ഇവിടെ കിടന്ന് ഒച്ചപ്പാട് വെക്കുന്ന കണ്ടപ്പോ വന്നാ. ആരോ മരിച്ച കാര്യം കൊന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാനോ? അതെ. അപ്പൊ അവള് മരിച്ചില്ലേന്ന് ചോദിച്ചു. മരിച്ചില്ലെന്നോ? അല്ല അവള് മരിച്ചില്ലേ, കല്യാണി മരിച്ചില്ലേന്ന് ചോദിച്ചു. എന്താ മോളെ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. നിങ്ങൾ ഇറങ്ങി പോയിക്കോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവില് താരയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുവാണ്. താരയ്ക്കൊന്നും മനസ്സിലായില്ല, എന്തോ കാര്യമുണ്ടെന്ന് മാത്രം മനസ്സിലായി. ആരോ കൊല്ലുന്നോ ആരോ മരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സരു അപ്പോഴേക്കും മനസ്സ് വിചാരിച്ചു, കുറച്ച് കഴിയുമ്പോഴത്തേനും ഫോൺ കോൾ വരും, അവള് മരിച്ചെന്നുള്ള, ഇനി അധികം താമസമില്ല എന്നൊക്കെ വിചാരിച്ച് സരു പിന്നെ ഉറക്കമില്ലാതെ കട്ടിലേക്ക് കയറി കുത്തിയിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൈസ കല്യാണിയെ തേടി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്കൊന്ന് മതിലയാടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരി കഥവ് തുറന്നു കൊടുത്തു. ശാരി പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങോട്ടേക്ക് എവിടെയെങ്കിലും മാറി നിന്നു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മുറി കാണിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഒടുവിൽ ശാരി മുറി കാണിച്ചു കൊടുത്തിട്ട് ശാരി താഴെ വന്ന് മാറിയിരിക്കുവാണ്. ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വല്ലാത്തൊരു ടെൻഷനാണ്. ദൈവമേ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയാൻ പറ്റില്ല. അങ്ങനെ ഒടുവിൽ പൈസ എന്ത് ചെയ്തു, മുഖംമൂടിയൊക്കെ തരിച്ച് അകത്തേക്ക് കയറി കല്യാണിയുടെ മുറിയിലേക്ക് കയറി. മുറി കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കട്ടില കല്യാണി കണ്ടില്ല. ഇവിടെ ഇത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേനുമാണ് ബാത്റൂമിൽ കയറിയിട്ട് കല്യാണി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. മുറിയിൽ ഒരുത്തനെ കണ്ടു കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിച്ചു, നീ ആരടാ, എന്താടാ, ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവൻ പറഞ്ഞു, നിന്നെ തീർക്കാൻ വന്നവനടി ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കത്തി ഓങ്ങിക്കൊണ്ട് കല്യാണിയുടെ നേരെ വന്നു. കല്യാണി പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ കിടക്കുന്ന പില്ലോ എടുത്തിട്ട് പാഞ്ഞെന്നിട്ട് അവനെ പിടിച്ചിട്ട് ഒറ്റ തള്ളായിരുന്നു. അപ്പം കത്തിയും കൊണ്ട് അവന് കുത്താനായിട്ട് പറ്റില്ല. അവൻ മറിഞ്ഞ് കട്ടിലേക്ക് വീണു. ആ സമയത്ത് കല്യാണി താഴേക്ക് ഇറങ്ങി ഓടി. അവൻ പിന്നാലെ തന്നെ ചെല്ലുവാണ്. ആ സമയം കല്യാണി ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചു. ശാരി സൈഡിലുണ്ടായിരുന്നു. ഇപ്പൊ ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കല്യാണിക്ക് ബുദ്ധിയുണ്ട്. കല്യാണി പെട്ടെന്ന് നിന്ന് മെയിനും കൂടെ ഓഫ് ചെയ്തു. കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വെട്ടമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ കൊലയാളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശാരി സൈഡിൽ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ആന്റി ആന്റി എന്ന് കല്യാണി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ശാരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇരുട്ട് വന്നു കഴിഞ്ഞപ്പം ശാരിയും പെട്ടെന്ന് അവിടേക്ക് വന്നു. ഈ സമയത്ത് കൊലയാളി ഇറങ്ങി വന്നു. അവന് മൊബൈൽ വെട്ടത്തിൽ ഇങ്ങനെ തെളിച്ചു നോക്കുക. ആരെ എന്താണെന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു രൂപം തൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റ കുത്തായിരുന്നു. ശാരിയ വന്നേന്ന് അവനും മനസ്സിലായില്ല. പക്ഷെ കുത്ത് കിട്ടിയത് ശാരിക്കായിരുന്നു.
അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അലറി വിളിച്ച് ശാരി നിലത്തേക്ക് വീഴുവാണ്. കല്യാണിക്കിട്ട് കുത്തിയ കുത്ത് നേരെ ശാരിക്ക് കൊള്ളുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.